ഹലോ നമസ്കാരം ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യെസ് ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. ആൻഡ് ഇറ്റ് ഈസ് സ്കൈ ബ്ലോക്ക് ഗൈസ്. യെസ്, സ്കൈ ബ്ലോക്ക് ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ എത്തിയിരിക്കുന്നത് സുഹൃത്തുക്കളെ. നമ്മളിപ്പോൾ ഒരുപാട് നാൾ കൊണ്ട് നമ്മൾ നോർമൽ മൈൻക്രാഫ്റ്റ് അതുപോലെ അങ്ങനത്തെ കുറവില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും സെർവർ കളിക്കുന്നു, ഹാർഡ് കോർ കളിക്കുന്നു, ലെറ്റ്സ് പ്ലേ കളിക്കുന്നു, അങ്ങനെയൊക്കെയല്ല നമ്മൾ കളിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു വെറൈറ്റി വേണ്ടേ എന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് സ്കൈ ബ്ലോക്കിനെ കാര്യം ഓർമ്മ വന്നത്. ആൻഡ് ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, എനിക്ക് സ്കൈ ബ്ലോക്ക് കളിക്കാനായിട്ട് അറിയത്തില്ല. ബട്ട് അതൊന്നും പേടിക്കണ്ട, നിങ്ങളുണ്ടെന്നുള്ള ധൈര്യത്തിലാട്ടോ നമ്മളിപ്പോൾ ഈ സ്കൈ ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. നിങ്ങളാണ് എന്നെ ഗൈഡ് ചെയ്യേണ്ടത്, എങ്ങനെ സ്കൈ ബ്ലോക്ക് കളിക്കണം, എങ്ങനെയാണ് ഇതിന്റെ പരിപാടികൾ കാണുന്നതൊക്കെ. എനിക്ക് ഇതിനെപ്പറ്റി വലിയ വിവരവും കാര്യങ്ങളൊന്നും ഇല്ലടേ, എന്ത് ചെയ്യാനാ. ഞാൻ ഈ സ്കൈ ബ്ലോക്ക് അങ്ങനെ കളിച്ചിട്ടില്ല. ജസ്റ്റിന്റെ ഫസ്റ്റ് എന്ത് ചെയ്യണം, ബേസിക്സ് മാത്രം എനിക്കറിയാം, പിന്നെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയൂടാ. എനിക്കറിയാന്നുള്ള കാര്യങ്ങൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞുതരാം. ബിക്കോസ് സ്കൈ ബ്ലോക്ക് ഒട്ടും അറിയാത്ത എന്നെക്കാളും ഒട്ടും അറിയാത്തവരും ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. സോ അവർക്ക് വേണ്ടി നമുക്കൊരു ക്വിക്ക് ഗൈഡ് എന്ന് പറയുന്ന സംഭവം നമുക്കിപ്പം കൊടുക്കാം. അത് കൊടുക്കുന്നതിന് മുന്നേ ഒരു കാര്യം ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇപ്പോഴേ ലൈക്ക് അടിച്ചിട്ട് മുന്നോട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് ശരിക്കും ഉള്ള വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്പോൺ ആവുന്ന ഒരു ഐലൻഡ് എന്ന് പറയുക. ചെറിയൊരു ഐലൻഡ് ആണ്. ഇവിടെ നമ്മൾ എപ്പോഴും ക്രൗച്ച് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മൾ തറയിലോട്ട് പോകും. തറയിലോട്ട് പോയാൽ ഇതൊരു വോയിഡ് ആണ്. സോ തറയിലോട്ട് പോയാൽ നമ്മൾ ചത്ത് കിടക്കും, മറന്നു കിടക്കും, അത്രേ ഉള്ളൂ. ആൻഡ് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇതുപോലത്തെ, അതായത് നമ്മൾ നോർമൽ മൈൻക്രാഫ്റ്റ് പോലെ അല്ല. സ്കൈ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ഐലൻഡ് ആയിരിക്കും, ഓരോ ബയോംസ്. ആ ഐലൻഡിൽ നിന്നായിരിക്കണം നമ്മൾ ഓരോ ഐറ്റംസും ഓരോ റിസോഴ്സൊക്കെ ഗ്യാദർ ചെയ്യാനായിട്ട് ഉള്ളത്. ഇവിടെ ഇപ്പോൾ സ്പ്രൂസിൻ്റെ ഇവിടെ ഒരു സ്നോ ബയം ഇവിടെ കാണാം. പിന്നെ ഇവിടെ ഒരു സംഭവം കാണുന്നു, ഞാൻ റെൻഡർ ഡിസ്റ്റൻസ് കുറച്ചിട്ടിരിക്കണോണ്ടാ കാണത്തെ. അവിടെ ഒരു മഷ്റൂം ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അവിടെ കാണുന്നുണ്ട് ഡെസേർട്ട് കാണുന്നുണ്ട്, അവിടെ സവാന കാണുന്നുണ്ട്, അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ കാണുന്നുണ്ട്. അവിടെ ഫോറസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ താഴോട്ടും ചെറിയ ബയോമൊക്കെ കുറച്ച് താഴോട്ടും അങ്ങനെയൊക്കെ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ബയോംസുകളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടങ്ങളിലൊക്കെ പോയിട്ട് ഗ്യാദർ ചെയ്തിട്ട് വേണം നമ്മൾ മുന്നോട്ട് നമ്മുടെ സീരീസിനെ കൊണ്ടുപോകാനായിട്ട്. സ്പോൺ ഇവിടെ ഒരു പെട്ടി ഇരിപ്പുണ്ട്. ഈ പെട്ടിക്കകത്തുള്ള സാധനങ്ങളായിരിക്കും നമ്മളെ ജീവൻ രക്ഷിക്കാനായിട്ട് പോകുന്ന സുഹൃത്തുക്കളും. ബിക്കോസ് ഈ ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇനി ഇവിടെ ജീവിക്കാനായിട്ട്. ആകെ ഇതിൻ്റെ അകത്തുള്ളത് ഒരു ഐസ്, ഒരു ലാവ ബക്കറ്റ്, പിന്നെ കുറച്ച് ഒബ്സിഡിയൻ. ആൻഡ് ഇവിടെ ഒരു ബുക്കുണ്ട്, ക്വിക്ക് ഗൈഡ് എന്ന് പറഞ്ഞിട്ട് റീഡ് ചെയ്യാം. അച്ചീവ്മെന്റ്സ്, വേൾഡ് മാപ്പ്, സെറ്റിങ്സ്, ഇതൊക്കെ നമ്മളിപ്പോൾ നോക്കാറില്ല, നമ്മളില്ലെങ്കിൽ നോക്കാറില്ല. ഓക്കെ, നമുക്ക് ഇതങ്ങ് അടച്ചു വെച്ചേക്കാം. ഇത് നമ്മുടെ പെട്ടിക്കകത്ത് തന്നെ വെച്ചേക്കാം, ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും എടുത്ത് നോക്കാം. ആൻഡ് ഇവിടെ ഉള്ള ഈ മരവും ഈ ഡേർട്ടും വാട്ടറും ഫുഡും ഇതൊക്കെ ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഇവിടെ ഉണ്ടാക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. നമുക്ക് എന്തായാലും അത് തന്നെ ഉണ്ടാക്കാം. അത് ഉണ്ടാക്കാനായിട്ട് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ നമുക്ക് ഈ ചെടിയൊക്കെ ഒന്ന് തല്ലി പൊട്ടിച്ച് കളയാം. അതിൻ്റെ അകത്തുനിന്ന് ഒരു സീഡ് എങ്ങനെ കിട്ടാനൊന്ന് പ്രാർത്ഥിക്കണം. ഓക്കെ, ഫുഡിന് വേണ്ടി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഒന്നുകിൽ ഫുഡ് കിട്ടാണ്ട് നമ്മൾ ചാവും. അതാണ് ഇനി നടക്കാനായിട്ട് പോകുന്നൊരു സത്യം. ഓക്കെ, എന്തായാലും നൈറ്റ് ആകാൻ പോകുന്നുണ്ട്. അതിന് മുന്നേ നമുക്ക് നമ്മുടെ ഒരു കോബിൾ സ്റ്റോൺ ജനറേറ്റർ ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടി ചെയ്യേണ്ടത് അത് നമുക്ക് 2 ബ്ലോക്ക് താഴോട്ട് ഒഴിക്കാം. ഓക്കെ, 2 ബ്ലോക്ക് താഴോട്ട്, 1 2. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് 2 ബ്ലോക്ക് ഇങ്ങോട്ട് ഒഴിക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് 2 ബ്ലോക്ക് ഇങ്ങോട്ടും കൂടി ബ്രേക്ക് ഇത്ര ഒരു പരിപാടി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ള വേറൊരു സംഗതി എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മൾ ഇവിടെ ഓടിച്ചാടി തുള്ളി നടന്നാൽ നമ്മൾ നേരെ താഴോട്ട് പോകും, നമ്മളെ വെടുത്തീരും. അതിനേക്കാൾ നല്ലത് നമ്മൾ എപ്പോഴും ക്രൗച്ച് ചെയ്ത് നടക്കുക എന്നുള്ളത് തന്നെയാണ്. ചെറുതായിട്ട് നിങ്ങൾക്ക് സംഭവങ്ങളൊക്കെ സ്റ്റാർട്ടിങ് മനസ്സിലായല്ല. ഇപ്പം മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ, ഐ മീൻ ഇതുവരെ സ്കൈ ബ്ലോക്ക് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് സംഭവങ്ങൾ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്കെന്താ നമ്മുടെ ഗെയിം പ്ലേയിൽ തന്നെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. നമുക്ക് ഇനി ഈ ഒരു വുഡ് കട്ട് ചെയ്യണം. പക്ഷെ ഈ വുഡ് കട്ട് ചെയ്ത് എനിക്കിൻ്റെ സാപ്ലിങ് വേണം. എന്ത് ചെയ്യും, മൊത്തത്തിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാണ്ട് താൽക്കാലികമായി കുറച്ച് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, നമുക്ക് ഓക്കെ ആ ഒരു പീസ് ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ലീഫ് ഡിക്കേ ആയി പോകത്തില്ല. സോ ദാറ്റ്സ് നൈസ്. നോ മാൻ. ഇത് ഇത്തരം മണ്ടത്തരങ്ങളൊന്നും നമ്മൾ കാണിക്കാനായിട്ട് പാടില്ല കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ക്രാഫ്റ്റ് ചെയ്യണം. നമുക്ക് എല്ലാ വുഡിനെയും എടുത്തിട്ട് ലോഗിനെ എടുത്തിട്ട് പ്ലാങ്ക് ആക്കാം. ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ,
ഇവിടെ ഇരുന്നോട്ടെ ക്രാഫ്റ്റിംഗ് ടേബിൾ. ദെൻ നമുക്ക് സ്റ്റിക്ക്, അതിനുശേഷം മറ്റേ ആക്സ്. ഓക്കെ, അത്രയും ആയി. ഇനി നമ്മൾക്ക് നൈസായിട്ട് നമ്മുടെ കൊബിൾസ്റ്റ് ഡി കെ ആകുന്നുണ്ടോ? ഇല്ലല്ല, ഡി കെ ആകുന്നില്ല. അത് അതിന്റെ പാർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ പോകുന്നതാ. ഞാൻ വല്ലാണ്ട് തെറ്റിദ്ധരിച്ചു മൈൻക്രാഫ്റ്റ്. സോറി. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കൊബിൾ സ്റ്റോണുകളൊക്കെ മൈൻ ചെയ്ത് തുടങ്ങാം. ഇങ്ങനെ നിന്നിട്ട് ഇവിടെ നിന്ന് മൈൻ ചെയ്ത് നമുക്ക് കൈ കിട്ടേണ്ടതാണ്. ഇല്ല, അത് പോയി. ഇങ്ങനെ പോകാനായിട്ട് നമ്മൾ സമ്മതിക്കരുത് കേട്ടോ. അതും ഒന്ന് കൈ കിട്ടിയിട്ടുണ്ട്. ഇല്ല, ഇത് ഇടക്കിടയ്ക്ക് നമ്മുടെ കൈ കിട്ടാണ്ട് വരുന്നത് സംഭവം. നമുക്ക് ഇവിടെ നിന്നിട്ടൊന്ന് മൈൻ ചെയ്ത് നോക്കാം. ഇനി നമ്മുടെ കൈ കിട്ടുമോ? ഓക്കെ, ഇവിടെ നിൽക്കാം. ഇവിടെ നിന്ന് മൈൻ ചെയ്യാം. ഓക്കെ, ഞാൻ ഇപ്പോൾ ഒരു 10-12 കോബിൾ സ്റ്റോൺ എന്തായാലും അവിടെ നിന്ന് മൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് വെച്ചിട്ട് സ്റ്റോൺ പിക്കാക്സിന് മുന്നേ നമുക്ക് കുറച്ച് സ്ലാബ് ഉണ്ടാക്കാം. സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കാനുള്ള സമയം ഇനി നമുക്കുണ്ട്. അതിന് മുന്നേ നമുക്ക് സ്ലാബ് ഉണ്ടാക്കിയിട്ട് ഇവിടെ കുറച്ച് പരിപാടി ചെയ്യാനായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ പ്ലേസ് ചെയ്തില്ലെങ്കിൽ ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഇവിടെ മോബ്സ് സ്പോണാവും ഒരുപാട്. ഓക്കെ, അങ്ങനെ മോബ്സ് സ്പോണായാൽ നമുക്ക് അറിയാലോ, ഒന്നാമത് ഇവിടെ ആകെ ഇച്ചിരി സ്ഥലമുള്ളൂ. ഓടി രക്ഷപ്പെടാൻ പോലും പറ്റത്തില്ല. നമ്മൾ നമ്മുടെ സാധനങ്ങളും എല്ലാം കൂടി തറയിൽ കിടക്കും. സോ അതുകൊണ്ട് അത് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൂടെ നമ്മൾ നോക്കണം. ഇത്രയും തന്നെ മതിയായില്ല, നമുക്ക് ഒരു സ്റ്റെപ്പും കൂടി ഇവിടെ വെക്കേണ്ടി വരും. അത്രയ്ക്കുള്ള സ്ലാബ് എൻ്റെ കയ്യിലുണ്ടോ? ഓക്കെ, ഉണ്ട്. നൈസ്. അത്യാവശ്യം നമുക്ക് ഒരു സ്ലാബും കൂടി വേണമല്ലോ. ഇവിടെ ഒരു സ്ലാബ് എക്സ്ട്രാ ഇങ്ങനെ ഇരിക്കുന്ന, അതിൻ്റെ നമുക്ക് അപ്പുറത്തോട്ട് വെക്കാം. താഴെ പോകാതെ നോക്കിക്കോ. താഴെ പോകരുത് പ്ലീസ്, താഴെ പോകരുത്. ഓക്കെ, പോയില്ല. എൻ്റെ കയ്യിൽ തന്നെ വന്നു. നമ്മളിവിടെ ഓടിച്ചാടി തുള്ളി നടക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യരുത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ അഹങ്കാരമായി മാത്രം നമ്മൾ കൂട്ടുക. അത്യാവശ്യം സ്ലാബും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നമ്മളവിടെ. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ബാക്കി മരവും കൂടി ഇവിടെ തല്ലിപ്പൊട്ടിക്കാം. ഓക്കെ, ആ 2 മരവും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്കൊരു ചെറിയ ഒരു സ്ലാബ് വെച്ചുള്ള പരിപാടി ചെയ്യുന്നത് എന്തുകൊണ്ട് വേണ്ട. നമ്മൾ ഡേർട്ട് ഉണ്ടല്ലോ, കുറച്ച് ഡർട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇപ്പം പൊട്ടിച്ചെടുത്ത ഡർട്ട് നമുക്ക് തൽക്കാലമാണേ. ഇതെന്തായാലും നമുക്ക് വേറെ ആവശ്യമുണ്ട്. നമുക്ക് മരവും കാര്യങ്ങളൊക്കെ നടപ്പോൾ നമുക്ക് ഈ ഡേർട്ട് ആവശ്യമുണ്ട്. തൽക്കാലം നമ്മളിവിടെ കുറച്ച് ഡേർട്ട് വെച്ചു. ഇനി നമുക്ക് ഈ ഫുൾ സംഭവം ഡിക്കേ ആവുന്നവരെ നോക്കണം. കാരണം അതിൽ നമുക്കൊരു സാമ്പിളിങ് എന്തെങ്കിലും സംഭവങ്ങൾ വേണം, എന്നാൽ മാത്രമേ നമുക്കിവിടെ സർവൈവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ നമുക്ക് കുറച്ച് സീഡിൻ്റെ ആവശ്യമുണ്ട്. ബട്ട് നമ്മുടെ കയ്യിൽ അൺഫോർച്ചുനേറ്റ്ലി സീഡില്ല. സോ നോക്കാം. കുറച്ച് പൂവുണ്ട്, നമുക്ക് തൽക്കാലം ഇവിടെ തന്നെ അങ്ങ് നട്ടു വെച്ചേക്കാം കേട്ടോ. ഇരുന്നോട്ടെ. ബ്യൂട്ടിഫുള്ളായിട്ട് കാണാനായിട്ട് മൈൻക്രാഫ്റ്റിൻ്റെ ഒരു ബ്യൂട്ടി കണ്ടോ? എന്ത് രസമാണ് മൈൻക്രാഫ്റ്റ് ഇങ്ങനെ കാണാൻ. ഈ സ്റ്റാർസ് ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ എന്തോ ഒരു ഗാലക്സിക്കകത്ത് നിൽക്കുന്ന പോലെ. ഐ മീൻ ഗാലക്സി ഇങ്ങനെ സ്പേസിൽ നിൽക്കുന്ന കറക്റ്റ് ഒരു വൈബ് അല്ലേ. സ്കൈ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അതിനൊരു നീതി. കിട്ടി സംഭവം കിട്ടി. സംസാരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് 2 സാപ്പിളും കിട്ടി. സന്തോഷം. ഒന്ന് നമുക്ക് ഇവിടെ തന്നെ എന്തായാലും നട്ടു വെക്കാം. അതുപോലെ നമ്മളിപ്പോ ഇവിടെ വെച്ച ഡേർട്ടിന്നൊരു പോയി. നമ്മളിവിടെ ഡേർട്ട് വെച്ചതൊരു വീണ്ടും പോയി. നമ്മളിവിടെ ഡേർട്ട് വെച്ചത് എന്തോ ഒരു മണ്ടത്തരമായി പോയല്ലോ. ഈ ഡേർട്ട് മൊത്തം നമുക്ക് പറിച്ചെടുക്കാം. കിട്ടി. പോവരുത് പ്ലീസ്, പോവരുത്. കിട്ടി. ഒന്നുകൂടി. കിട്ടി. സന്തോഷമുണ്ട്. ഇങ്ങനെ ഡേർട്ടുകൾ 2 ഡേർട്ട് നമുക്കിപ്പോ നഷ്ടം വന്നു. ഇങ്ങനെ ഡേർട്ടുകൾ മാക്സിമം പോകാണ്ട് നോക്കുക. ബിക്കോസ് ഡേർട്ട് ഒരു ഭയങ്കരമായ ഒരു എക്സ്പെൻസീവ് സാധനമാണ് ഇവിടെ. സോ ബി കെയർഫുൾ. നമുക്കൊരു ട്രീ ഇവിടെ കൂടി വെക്കാം. ഓക്കെ, അവിടെ ഇരുന്നാൽ വളരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നോക്കാം. അത് വെയിറ്റ് സ്റ്റിക്ക് കിട്ടി. ഇതിനെടുത്ത് നമുക്ക് ഇപ്പുറത്തോട്ട് വെക്കാം. എപ്പടി അതായിരിക്കും തോന്നുന്നത്. വെയിറ്റ്, നമുക്ക് ഇവിടെ കുറച്ച് പ്ലാറ്റ്ഫോം സെറ്റ് ആക്കിയിട്ട് അങ്ങോട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ അപ്പോൾ കുറച്ചുകൂടി പോയിട്ട് ഇനി നമുക്ക് എന്തായാലും ഒരു സ്റ്റോണിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ കേട്ടോ. സ്റ്റിക്ക് ഉണ്ട്, നമുക്ക് സ്റ്റോൺ ഇല്ല. അതിന് മുന്നേ കുറച്ച് സ്റ്റോൺ കൂടി മൈൻ ചെയ്തിട്ട് ഞാൻ ഒരു സ്റ്റോൺ പിക്കാക്സും കൂടി ഉണ്ടാക്കട്ടെ. നമുക്ക് ഇവിടെ ഒന്ന് പൊട്ടിച്ച് വെച്ച് നമുക്ക് ഇവിടെ ഒരു ഡേർട്ട് വെക്കാം. ദെൻ ഇവിടെ ഒരു മരം. എന്താ രസം, എന്താ വൈബ്. ഇപ്പോഴാണ് ആ ഒരു സിമെട്രി റെഡിയായി. ഇനി നമുക്ക് ഇവിടെ കൂടി ഒന്ന് ഈ സ്ലാബ് വെച്ചൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം. ബട്ട് ഇങ്ങനെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ മരവും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ മിസ്പ്ലേസിംഗ് ഒന്നും ഇവിടെ പാടില്ല. കാരണം ഇറ്റ് കോസ്റ്റസ്. ഓക്കെ, സോ ബി കെയർഫുൾ. ഇങ്ങനെ നമുക്ക് ചുറ്റിനും ഇങ്ങനെ വെക്കാം. ഇവിടുത്തെ ഒരു പ്രശ്നം ഇതാണ്, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങൾ നട്ടു വെക്കുമ്പോൾ ഐ മീൻ പ്ലാന്റ് ചെയ്യുമ്പോൾ നമുക്കത് വളർന്നു വരാനായിട്ട് നല്ല രീതിക്ക് സമയമെടുക്കും. ബിക്കോസ്
സിംഗിൾ ആയിട്ടുള്ള ഒരു ഡേർട്ട് പീസ്, ചുറ്റും കോബിൾ സ്റ്റോൺ. അപ്പോൾ അതൊക്കെ വളർന്നു വരാൻ ടൈം എടുക്കും. ബട്ട് ഇവിടെ വെച്ചാൽ അത് പെട്ടെന്ന് വളരും. സോ നമുക്ക് ഒന്നിട്ട് ഇവിടെ വെക്കുന്നതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. കാരണം നമുക്കൊരു ഇതിൻ്റെ ആവശ്യമുണ്ട്, എന്തിൻ്റെ, ഒരു ആപ്പിളോ അങ്ങനെ എന്തെങ്കിലും ഫുഡിൻ്റെ ആവശ്യമുണ്ട്. സോ നോക്കാം. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇന്ന് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ടിങ് മാത്രമാണ്, കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചെയ്തോളൂ. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടേണ്ടത് ഫുഡും കാരണം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനുള്ള പരിപാടികളൊക്കെ ചെയ്യണം. ആൻഡ് ഈ സ്കൈ ബ്ലോക്ക് എങ്ങനെയാണ് ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് എനിക്കും അറിയത്തില്ല. സോ അപ്പോൾ നിങ്ങൾ ഒന്ന് മാക്സിമം പറഞ്ഞു തരിക. സ്കൈ ബ്ലോക്ക് കളിക്കുന്ന ഒരുപാട് പ്രോ പ്ലേയേഴ്സ് ഒക്കെ കാണുമല്ലോ. ഓക്കെ, അപ്പോൾ അവർക്കൊക്കെ അറിയാമെന്നുള്ളവരൊക്കെ ഒന്ന് എങ്ങനെയാണ് നമുക്ക് സ്കൈ ബ്ലോക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതെന്ന് നല്ല ഐഡിയാസുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓൾസോ നെക്സ്റ്റ് എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക. ഞാൻ അടുത്ത എപ്പിസോഡ് ഇടാനായിട്ട് കാത്തിരിക്കും. സോ ഈ ഡെയിലി ആയിരിക്കില്ല, ഡെയിലി വീഡിയോസ് ആയിരിക്കില്ല നമ്മൾ സ്കൈ ബ്ലോക്കിൻ്റെ. മേ ബി വീക്ക്ലി 2-3 വീഡിയോസ്, മേ ബി അടുപ്പിച്ചടുപ്പിച്ച് വീഡിയോസ്, എങ്ങനെയാണ് ടൈം കിട്ടുന്ന അനുസരിച്ചായിരിക്കും. മാക്സിമം ഞാൻ വീക്കിലി ഉള്ളൊരു 2 or 3 വീഡിയോസ് അതാണ് പ്ലാൻ ചെയ്യുന്നത്. സോ എല്ലാവരും വെയിറ്റ് ചെയ്യുക, സ്റ്റേ ട്യൂൺഡ് ആയിരിക്കുക. പൊളിച്ചെടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനൊക്കെ ടിങ് അടിച്ചു വെച്ചോ. നമുക്ക് നമ്മുടെ പഴയ പ്രതാപത്തിലൂടെ നമ്മുടെ ചാനലിലേക്ക് കൊണ്ടെത്തിക്കണം. സോ റോഡ് ടു 2K ഗൈസ്. സോ ദാറ്റ്സ് ഓൾ. സപ്പോർട്ട് ചെയ്യുക, പൊളിച്ചെടുക്കുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. വൺസ് അഗൈൻ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ആൻഡ് ചില്ലായിട്ടിരിക്കുക, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. സോ ദാറ്റ്സ് ഓൾ. സോ അപ്പം ഇറ്റ്സ് മൈ യുവർ സോൺ ആൻഡ് കിരൂട്ട് സാനിങ്. ബൈ ബൈ.